എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ക്വയറ്റ് മൈൻഡ് എന്നാണ്. ആ ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ എന്നുള്ളത് ലിസൺ ടു ദ സോങ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉപാസിക ലോഡ്ജ് തൃശ്ശൂർ കേരള പബ്ലിഷ് ചെയ്തതാണ്. അത് രാധാപർണിയറിൻ്റെ കൺവെൻഷൻ ലെക്ചേഴ്സാണ്. അതിൽ ഒരു ലെക്ചറാണ് ഈ ക്വയറ്റ് മൈൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ളത്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ എൻ്റെ ഒരു ടോപ്പിക്കിൻ്റെ ഹെഡിങ് തന്നെ ക്വയറ്റ് മൈൻഡ് എന്നുള്ളതാണ്. അപ്പം എന്താണ് ക്വയറ്റ് മൈൻഡ്, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രഭാഷണത്തിൽ തുടങ്ങുന്നത് തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു എവല്യൂഷൻ പ്രോസസ്സ്. അപ്പം എവല്യൂഷൻ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ അത് ഓരോ സ്കൂളിലും ഓരോ രീതിയിലാണ് അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ തിയോസഫിയിൽ അത് സീക്രട്ട് ഡോക്ടർ അല്ലെങ്കിൽ അതുപോലുള്ള പ്രമാണ ബുക്കുകളിലൂടെ നമ്മൾ പറയുമ്പോൾ അതിൽ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് പറയുന്നത് ഫ്രം മിനറൽസ് ടു പ്ലാന്റ്സ്, പ്ലാന്റ്സ് ടു ആനിമൽസ് ആൻഡ് ആനിമൽസ് ടു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം തിയോസഫിയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു ഇവല്യൂഷൻ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തിയോസഫി പറയുന്നുണ്ട്. അപ്പം അതെന്തിനാണ് നമ്മളതിനെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളും എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ചർച്ചയിൽ വരുമ്പം ഈ പലപ്പോഴും നമുക്ക് നമ്മൾ വേറെ മറ്റൊന്ന് വേറെ എന്നുള്ള ഒരു തോന്നലിലൂടെ പോകുന്നത് കൊണ്ടാണ് പലതിലും പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു അലട്ടൽ അതാണ്. നമുക്കൊരു കോയിൻമായിട്ട് വരാത്തതിന് കാരണവും അതാണ്. അപ്പോൾ ഇത് നമ്മൾ അറിയുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ അറിയുക എന്നുള്ള പ്രോസസ്സിനകത്ത് ദ ഫിറ്റ് ഓഫ് മാസ്റ്റർ എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറി ആൾക്കാർ മാത്രമേ ലോകത്തുള്ളൂ. ഒന്ന് അറിയുന്നവനും ഒന്ന് അറിഞ്ഞുകൂടാത്തവനും എന്നാണ്. ദോസ് ഹു നോ ആൻഡ് ദോസ് ഹു ഡു നോട്ട് നോ എന്ന് പറയാം. അപ്പം നമ്മൾ ഈ ഒരു ആത്മീയ പാതയിലൂടെ ഉള്ള ഒരു സഞ്ചാരത്തിലുള്ള പഠനത്തിൽ നമ്മളിത് എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ആ ഒരു കിങ്ഡം ഓഫ് നേച്ചർ ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്നത്, പാത്ത് ഓഫ് എവല്യൂഷൻ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രോസസ്സുണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ കാണുന്ന മണ്ണും കല്ലും വിഭിന്നമല്ല. അതിൽ നിന്നാണ് നമ്മുടെ എവല്യൂഷൻ ഉണ്ടായതെന്നുള്ള പ്രോസസ്സ്. ഇനി നമ്മൾ അതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഫീൽ ചെയ്യേണ്ടതുണ്ട്. ഒരു ചെടിയെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത്? അപ്പം അതിൽ നിന്നാണ് നമ്മളുണ്ടായത്. അപ്പോൾ അതും നമ്മൾ ഉണ്ടല്ല. ഇനി ഒരു അനിമലിനെ കാണുമ്പോൾ രാധാകൃഷ്ണൻ്റെയൊക്കെ പല ആർട്ടുകളിലും പ്രഭാഷണങ്ങളിലും പറയുന്നുണ്ട്. ഒരു 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 പട്ടിയെ കാണുമ്പോൾ ഐ സീ എ ഡോഗ്, ഐ സീ മൈസെൽഫ് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതചര്യയിൽ ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റണം. അത് നമ്മൾ തിയോസഫിയിൽ നമ്മൾ യൂണിവേഴ്സൽ പ്രെയർ പറഞ്ഞ് തുടങ്ങുമ്പോഴും നമ്മൾ പറയുന്നത് അതാണ്. വെളിച്ചത്തെക്കുറിച്ച് പറയുന്നതും വെളിച്ചം എല്ലാത്തിലുമുണ്ട്, ശബ്ദവും അത് തന്നെയാണ്. അപ്പം നമ്മളും മറ്റും വേറല്ല, ആ ഒരു തോന്നലിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ് അജ്ഞതയിലൂടെ ഉള്ളൊരു യാത്രയിലാണ്. എന്നിട്ടിതിനകത്ത് പിന്നെ പറയുന്നത് മനുഷ്യനൊരു തോന്നലുള്ളത് അവൻ എത്രയോ പുരോഗമിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലിൽ അവർ മറ്റുള്ളതിനെയെല്ലാം അവഗണിക്കുന്നു എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അതിൽ പറയുന്നത് പല മൃഗങ്ങളും മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ മാനറിസവും അവരുടെ എന്താണ് പറയുന്ന ഒരു സ്നേഹവും
ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് പല മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നവർക്ക് അവർ പേഴ്സണലി പറയുന്ന കാര്യങ്ങളാണ്. പട്ടിയെ വളർത്തുന്ന അവർ സ്ഥിരം പറയുന്നതാണ് മനുഷ്യനേക്കാൾ എത്രയോ സ്നേഹപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. കിളികളെ വളർത്തുന്നവർ, അപ്പം ഇതെല്ലാം ചെടികളോട് സ്നേഹമുള്ളവർ. എന്തിനു പറയുന്നു, ചെടി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യും എന്നുള്ളത് പ്രൂവ് ചെയ്തൊരു കാര്യങ്ങളാണ്, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു എവല്യൂഷൻ പ്രോസസ്സിൽ ഇതിലൊരു സെക്കൻഡ് പാർട്ട് ഇൻട്രൻസിക് വാല്യൂ ഓഫ് നേച്ചർ എന്നും കൂടെ ഈ ടോപ്പിക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ഈ ചർച്ച ചെയ്യുന്ന ഈ ഒരു സ്ഥലം തന്നെ ആ ഒരു പ്രകൃതിയുടെ എല്ലാ അംശങ്ങളും ഉള്ള, ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്തൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു എവല്യൂഷൻ പ്രോസസ്സിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ ഇത് കടന്നു വരുന്നത്. അപ്പം മനുഷ്യൻ പലപ്പോഴും അതിലെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, അവൻ പല സ്ഥലത്തും പല കാലങ്ങളിലും ജനിച്ചവരാണ്. അപ്പോൾ അവരുടെ കൾച്ചർ വേറെയാണ്. ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ച ഒരാളും ഒരു മുസ്ലിമായിട്ട് ജനിച്ച ഒരാളും ഒരു ഹിന്ദുവായിട്ട് ജനിച്ചിട്ടുള്ള ആളുടെയും കൾച്ചർ വേറെയാണ്. അപ്പോൾ പലപ്പോഴും ആത്മീയത പലപ്പോഴും മതങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയപ്പെടുന്നത്. തിയോസഫി അതിൽ നിന്ന് വിഭിന്നമാണ്. തിയോസഫി ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡിനെയാണ് പറയുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡുമാണ് അവിടെ. അപ്പോൾ ഈ ആർട്ടിക്കിളിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പം ഓരോരുത്തരും പാലിക്കുന്ന, പലപ്പോഴും ഇത് തങ്ങളിൽ ആൾക്കാർ കമ്പയർ ചെയ്തിട്ടാണ് ഒരു റിഫ്റ്റ് വരുന്നത്. അപ്പം നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നത് നമുക്കൊരു ക്വയറ്റ് മൈൻഡ് വരുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടിത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഈ ആർട്ടിക്കിൾ അത് തന്നെയാണ് പറയുന്നുണ്ട്. അപ്പം എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ഈ പറയുന്ന ഒരംശം ഉണ്ട്. ആ അംശം ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിനകത്ത് പിന്നെ വരുന്നത് എന്താണ്, നമുക്ക് ഈ ഒരു മനസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പം എന്താണ് ഈ മൈൻഡിൻ്റെ ഒരു കണ്ടൻറ്റ്. അതിപ്പോൾ നമ്മൾ പലതിൻ്റെയും കണ്ടൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കണ്ടൻറ്റ് അറിയാതെ തന്നെയാണ് പലതും യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ വെള്ളത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് അതിനകത്ത് 2 പോർഷൻസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ 2 കണ്ടൻറ്റും ഓക്സിജൻ്റെ ഒരു കണ്ടൻറ്റും അതിനകത്ത് ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളും വെള്ളം കുടിക്കുന്നുണ്ട്, അയാൾക്കും ഇത് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു പ്രോസസ്സ്, ഒരു ക്വയറ്റ് മൈൻഡിലേക്ക് കടക്കണമെങ്കിൽ മനസ്സിൻ്റെ കണ്ടൻറ്റ് എന്താണ് ആക്ച്വലി. മനസ്സിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് പറയുന്നത് ബണ്ടിൽ ഓഫ് തോട്ട് എന്നാണ് പറയുന്നത്. അപ്പം ഒരു ചിന്തകളുടെ ഒരു കൂമ്പാരമാണ് മനസ്സ്. അപ്പം നമുക്ക് എങ്ങനെ ഒരു ക്വയറ്റ് മൈൻഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമുക്കിത് സാധ്യമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, റിസർച്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു മനുഷ്യൻ 60,000 തൊട്ട് 70,000 ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഇത് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാലൊന്ന് നോക്കി, നമുക്ക് ക്വയറ്റ് മൈൻഡ് ഉണ്ടാവുമോ? ഇനി ഈ ചിന്തകളൊക്കെ എന്താണ്? പണ്ടുണ്ടായിട്ടുള്ള കാര്യവും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പാസ്റ്റും ഫ്യൂച്ചറിലുമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി കുറച്ചുകൂടെ ഇതായിട്ട് നമ്മൾ പറഞ്ഞാൽ, ജെ കൃഷ്ണമൂർത്തിയൊക്കെ പറയുന്നത് നമ്മുടെ ക്വയറ്റ് മൈൻഡിൻ്റെ ഒരു ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷൻ മൈൻഡിലാണ്. എന്ന് വെച്ചാൽ നമുക്കെല്ലാം ഒരു കണ്ടീഷനുണ്ട്. എന്താണ്, ഞാൻ ക്രിസ്ത്യൻ, ഞാൻ മുസ്ലിം, ഞാൻ ഹിന്ദു, അല്ലെങ്കിൽ ഞാൻ വെജിറ്റേറിയൻ, ഞാൻ നോൺ വെജിറ്റേറിയൻ, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ, ആൽക്കഹോൾ യൂസ് ചെയ്യാത്തവർ. ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതിലെല്ലാം നമ്മളൊരു നോഷൻ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ശരിയാണെന്നും ഇത് തെറ്റാണെന്നും നമ്മളിതിനകത്ത് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന കാഴ്ചകളിലെന്നും നമുക്കൊരു ക്വയറ്റ് മൈൻഡ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ ഒരു കണ്ടീഷൻ മൈൻഡുണ്ട്. അപ്പം നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും, ഏതൊരു കാര്യത്തെക്കുറിച്ചും, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമായിക്കോട്ടെ,
നമുക്ക് എല്ലാം നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി ഫ്രീഡത്തോടു കൂടി അല്ല അതിനെ കാണുന്നത്. നമുക്കെല്ലാം ഇന്നതായിരിക്കണം, ഇന്നത് ചെയ്യണം, ഒരച്ഛൻ ഇങ്ങനെ ആയിരിക്കണം, അമ്മ ഇങ്ങനെ ആയിരിക്കണം, മക്കളിങ്ങനെ ആയിരിക്കണം, അല്ലെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം. ഇതെല്ലാം ആരാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ സ്പിരിച്വലി ഉള്ളൊരു പ്രോസസ്സിൽ നേരത്തെ പറഞ്ഞ എല്ലാത്തിലുമുള്ള കണ്ടൻ്റ് ഒന്നാണെങ്കിൽ, അപ്പോൾ ഇത് നമുക്ക് സാധ്യമായിട്ട് വരാത്തതിനുള്ള തടസ്സങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നമുക്കിനി അടുത്തത് ഈ ചിന്തകൾ എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അപ്പം അതിനുള്ള സൊല്യൂഷൻ പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനാണ്. അത് ഈ മെഡിറ്റേഷൻ എന്നുള്ള വാക്ക് പല ലെവലുകളിലും പല രീതിയിലും ചർച്ച ചെയ്തിട്ടുണ്ട്. 1000-ഓളം മെഡിറ്റേഷൻ ടെക്നിക്കുകൾ തന്നെ നമുക്ക് അവൈലബിളാണ്. അപ്പം എന്താണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമുക്ക് പലപ്പോഴും ധാരണയില്ല. തിയോസഫിയിൽ അത് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുന്നുമുണ്ട് തിയോസഫിയിൽ. അപ്പോൾ അതിൽ തന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് തിയോസഫിയിൽ തന്നെ. ഉദാഹരണത്തിന് ജെ കൃഷ്ണമൂർത്തി മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഒരു സ്ഥലത്തിരുന്ന് കണ്ണടച്ചുകൊണ്ട് ഞാൻ 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് മെഡിറ്റേഷൻ അല്ല എന്നാണ് പറയുന്നത്. കാര്യം ജെ കെ അത് പറയാൻ കാരണം, ജെ കെയുടെ മെഡിറ്റേഷൻ എന്ന് തന്നെ പറഞ്ഞ് തിയോസഫിയിൽ ബുക്കുണ്ട്. അപ്പോൾ അതിൽ വളരെ വിപുലമായി ജെ കൃഷ്ണമൂർത്തി അത് പറയുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, നമ്മളൊരു കണ്ടീഷൻ മൈൻഡോട് കൂടി ഇരിക്കുകയാണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുകയാണ്, എൻ്റെ മെഡിറ്റേഷൻ പ്രോസസ്സ് ഇതാണ് എന്ന് ഉള്ള ഒരു പല ലെവലിലുണ്ട്. ഇപ്പോൾ ചക്ര ബേസ്ഡ് മെഡിറ്റേഷനുണ്ട്, പലതും ഇതിനകത്ത് ഉണ്ട്. അപ്പം നമുക്ക് ഈ കന്തഷഷ്ടി കവചം എന്ന് പറഞ്ഞ് തമിഴിൽ പറയുന്നൊരിതുണ്ട്. അത് നമ്മുടെ ബോഡിയുടെ ഓരോ പാർട്ടും നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സാണ്. അപ്പം ഇതെല്ലാം മെഡിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞ 70,000 ചിന്തകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിത് മെഡിറ്റേഷൻ്റെ ഒരു സ്റ്റെപ്പെന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ആ ചിന്തയിൽ നിന്ന് മാറി വരണം. അപ്പം ജെ കെയുടെയൊക്കെ നോട്ട് ബുക്ക് എന്ന് പറയുന്ന ബുക്കിൽ ജെ കെ പല പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്, അതിൻ്റെ ബുക്കുകളുണ്ട്. അപ്പോൾ ജെ കെയുടെ ഡയറിയിൽ നിന്ന് കുറിച്ചെടുത്തിട്ടുള്ള നോട്ട് ബുക്ക് നമ്മൾ വായിക്കുമ്പം ജെ കെ ഈ പ്രകൃതിയുമായിട്ട് ഉള്ള ഒരു രമ്യത ജെ കെ പറയുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ തന്നെ ഒരു ഫോറസ്റ്റിൽ നിന്നാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ചെടികളെ കാണുമ്പോഴും ഇവിടുത്തെ ഇതിലൂടെയൊക്കെ നമുക്ക് മൂവ് ചെയ്യുമ്പോഴും നമുക്കൊരു എന്തായാലും പറയുന്ന ഒരു മൈൻഡ്ഫുൾനെസ് എന്നുള്ള വാക്കൊക്കെ ബുദ്ധനുമായിട്ട് റിലേറ്റഡും ഇന്ന് ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ്, എന്താണ് ഈ റിയൽ മെഡിറ്റേഷൻ, എങ്ങനെ നമുക്കൊരു ക്വയറ്റ് മൈൻഡിലൂടെ എത്താം എന്ന് ഉള്ള ആ പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു പ്രീ ഡിറ്റർമിൻഡ് ഇതിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം നമ്മൾ കണക്റ്റഡാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ പോലും ഈ പ്രഭാഷണത്തിൽ പറയുന്നതോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതോ ആയിരിക്കണം എന്നില്ല കേൾക്കുന്നവർ എടുക്കുന്നത്. അവരെന്തായാലും ഒരു ഡിഫറെൻ്റ് ഇതായിരിക്കും. കാര്യം അത് അവരവരുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് പുറത്തു നിന്നും എടുക്കാൻ പറ്റൂ. രമണ മഹർഷിയൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് വളരെ വിപുലമായിട്ട് പറയുന്നത്, ഹുവാമയിൽ പറയുന്നത്, നമ്മുടെ അകത്തില്ലാത്തതൊന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ കാണുന്ന ചർച്ചയും അല്ലെങ്കിൽ കേൾക്കുന്ന ചർച്ചയും പുസ്തകവും ഇതെല്ലാം നമുക്ക് എന്തായാലും പറയുന്നത് വെറും പാഠങ്ങൾ മാത്രമാണ്. പക്ഷേ നമുക്ക് ആ ഒരു ഇന്നർ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിൽ പറയുന്നത് പലതും നമ്മൾ ചെയ്ത് നോക്കുകയും ചെയ്ത് നോക്കുമ്പോൾ അതിലേതാണോ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് അത് തുറന്നു വരും. പക്ഷെ അത് തുറന്നു വരണമെങ്കിൽ നമ്മൾ പലപ്പോഴും ഇന്നതിലൂടെ അല്ലെങ്കിൽ ഇന്നതെത്തണം എന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പം അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ടൈം ആൻഡ് സ്പേസിനകത്ത് ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് നിൽക്കുകയാണ്. അപ്പം ഇത് ആത്മീയത അല്ലെങ്കിൽ നമ്മളൊരു ക്വയറ്റ് മൈൻഡ് നമ്മൾ നമുക്ക് വരണമെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കെട്ടുപാടുകളിൽ നിന്നാൽ ഇതൊരിക്കലും കിട്ടത്തില്ല. ഇതൊരിക്കലും കിട്ടത്തില്ല. അപ്പം ഫ്രീഡം ഫ്രം ദി നോൺ, ജെ കെയുടെ ഒരു പ്രഭാഷണ ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ്, ഫ്രീഡം ഫ്രം നോൺ എന്നുള്ളത്. അപ്പോൾ അതിൽ ജെ കെ പല പ്രഭാഷണങ്ങളിലും പറയുന്നൊരു കാര്യം, ഇത് വേദത്തിലും ഉപനിഷത്തിലും ഒക്കെ ഈ സാധനങ്ങൾ പറയുന്നത് തന്നെയാണ്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഫ്രീഡം ഫ്രം നോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞ കാര്യത്തെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ അറിഞ്ഞ കാര്യത്തെ നമ്മൾ ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ നേരത്തെ പറഞ്ഞ മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ ഈ മൈൻഡിനെ ക്വയറ്റാക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക്. അപ്പോൾ എന്താണ് ഈ ഫ്രീഡം ഫ്രം നോൺ? നമ്മൾ ഇത്രയും കാലം ആത്മീയതയിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന പലതും നമ്മൾ അതിനെയും പിടിച്ചിരിക്കുകയാണ്. ഈ സ്പോർട്സിൽ പോൾ വോൾട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് നമുക്കൊരു കമ്പ് തരികയും ആ കമ്പ് കുത്തിയിട്ടാണ് നമ്മളൊരു ഹൈറ്റിൽ ചാടേണ്ടത്. പക്ഷേ ആ ചാടുന്ന സമയത്ത് ആ കമ്പിനെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്കൊരിക്കലും അത് ചാടാൻ പറ്റത്തില്ല. ഇതാണ് ഏറ്റവും നല്ല ഉദാഹരണം. അപ്പം നമ്മളിത് വിടാൻ തയ്യാറുണ്ടോ? നമുക്ക് ദൈവമുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, അള്ളാഹു ഉണ്ട്, അല്ലെങ്കിൽ രാമനുണ്ട്, കൃഷ്ണനുണ്ട്, ബുദ്ധനുണ്ട്, അല്ലെങ്കിൽ പല അവതാരങ്ങളുണ്ട്, അല്ലെങ്കിൽ പല സ്കൂൾ ഓഫ് തോട്ടുണ്ട് നമുക്ക്. അപ്പം പല സിദ്ധന്മാരുണ്ട്, അല്ലെങ്കിൽ എല്ലാമുണ്ട്. പക്ഷേ ഇതാണോ, അവിടെയാണോ നമ്മൾ നിൽക്കേണ്ടത്? അത് ശരിയാണോ തെറ്റാണോ എന്നതല്ല ചർച്ച. അത് നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഏതുവരെ ആവശ്യമുണ്ട്? ഇത് കടക്കുന്നത് വരെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഈ പവർ ഓഫ് നൗ എന്നൊക്കെ പറയുന്ന ഇൻ്റർനാഷണലി ചർച്ച ചെയ്യുന്ന എക്കാട്ടുള്ളയുടെ ഇന്ന് വേൾഡിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്പിരിച്വൽ ലീഡേഴ്സിൽ 5-ലൊക്കെ വരുന്ന എക്കാട്ടുള്ള ഈ ഒരു അടുത്തിടയ്ക്ക് തിരുവണ്ണാമലയിൽ വന്നിരുന്നു. രമണ മഹർഷിയുടെ അവിടെ വന്നിരുന്നു. അപ്പം ചില സ്ഥലങ്ങളിൽ ചില സ്പിരിച്വൽ എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഇതെല്ലാം വേണമെന്ന് ചോദിച്ചാൽ വേണം. നമ്മുടെ എനർജി എലിവേറ്റ് ചെയ്യാൻ വേണം. പക്ഷേ എല്ലാ കാലത്തും നമ്മുടെ ഈ ഉപകരണങ്ങളിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പാസ്റ്റിലും ഫ്യൂച്ചറിലുമാണ്. അപ്പം ക്വയറ്റ് മൈൻഡിൽ നമ്മൾ എത്തണമെങ്കിൽ ഇതിൽ പറയുന്നത് പോലെ നമ്മളെപ്പോഴും പ്രകൃതിയുമായിട്ട്, പ്രകൃതി എന്ന് പറയുന്നതിനകത്ത് എല്ലാ ജീവജാലങ്ങളും ഇതിനകത്ത് ഉണ്ട്. അപ്പം നമുക്ക് ഈ ജീവജാലങ്ങളെ നമുക്ക് വേറെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അടയാറിലൊരിക്കൽ നമ്മുടെ മെട്രോ മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീധരൻ സാർ വന്നപ്പം സംസാരിച്ചത് ഞാൻ കേട്ടിരുന്നു. പറഞ്ഞത് എങ്ങനെയാണ്, ഞാൻ ഒരു ചെടി വെട്ടുമ്പോൾ വേറൊരു സ്ഥലത്ത് ഞാൻ 5 ചെടി വയ്ക്കും. അപ്പോൾ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വെക്കാൻ ഒരു ചെടി മുറിക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ അവിടെ തന്നെ നമുക്കൊരു 5 ചെടി വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇത് വളരെ ഇതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പ്രകൃതിയും നമ്മളും ഡിഫറെൻ്റ് ആണെന്നുള്ളൊരു ഫീലിലാണ് പലപ്പോഴും നമ്മളിതിനെ വേർതിരിച്ച് കാണുന്നത്. അപ്പോൾ ഈ വേർതിരിവ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് സ്പിരിച്വാലിറ്റിയിൽ ഇല്ല ശരിക്കും. എവിടെയൊക്കെ നമ്മൾ രണ്ടായി കാണുന്നു അവിടെയൊക്കെ നമുക്ക് ഇണ്ടലുണ്ടാവും. അപ്പോൾ ഇത് പല ഗ്രന്ഥങ്ങളിലും പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള വഴികളാണ്. ഇപ്പം നമ്മൾ വനത്തിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ എനർജി സെൻറ്ററിലേക്ക് കടന്നു പോകുന്നു. അവിടെ നമുക്ക് ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്താ അവിടെ നമുക്ക് ആ ഒരു പുതിയ കാഴ്ച വരുമ്പോൾ നമ്മുടെ ചിന്തകളില്ലാതെ വരുന്നൊരു പ്രോസസ്സിലേക്ക് വരികയാണ്. അതൊരു നൈമിഷികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് കിട്ടണം. അപ്പോൾ ഇത് നമുക്ക് എവിടെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ഈവൻ രമണ മഹർഷിയുടെ ഇതിനകത്ത് രമണ മഹർഷി രമണ മഹർഷിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ്, എവിടെയാണ്?
അപ്പോൾ എല്ലാ ജീവജാലങ്ങളും സുഖത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നാണ് രമണ മഹർഷി ഇത് പ്രിഫേസിൽ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇത് എവിടെ കിട്ടും, ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രമണ മഹർഷി പറയുന്നുണ്ട്, ഇതിന് ഉറക്കത്തിൽ, അതായത് നമുക്ക് ഉറക്കത്തിൽ പോലും ചിന്തകളുണ്ട്. പക്ഷേ ആ ഉറക്കത്തിൻ്റെ ഒരു ഡീപ്പ് ഇതിനകത്ത് ഒരു ചിന്തകളും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതാണ് സുഖാവസ്ഥ. ഇത് നമുക്ക് പെർമനൻ്റായിട്ട് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് പെർമനൻ്റായിട്ട് സാധ്യമാണ്. എപ്പോഴാണ്? ഉണർന്നിരിക്കുമ്പോഴും ഈ പറഞ്ഞ ക്വയറ്റ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം. ക്വയറ്റ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, ചിന്തകളില്ലാത്തൊരവസ്ഥയാണ്. ചിന്തകളില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിനെയും ആസ്വദിക്കുന്ന ഒരവസ്ഥ വരും. ഇതിപ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമുക്കൊരു പ്രത്യേക സാഹചര്യം വേണം. ഒന്നുകിൽ ഒരു ആത്മീയ പുസ്തകം വേണം, അല്ലെങ്കിൽ ആത്മീയ ക്ലാസ് വേണം, അല്ലെങ്കിൽ ഒരു സിനിമ കാണണം, അല്ലെങ്കിൽ ഒരു സീരിയൽ കാണണം, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ഇതിലൂടെയൊക്കെയാണ് നമ്മളൊരു ഇത് കണ്ടെത്തുന്നത്. പക്ഷേ നമ്മൾ ഈ ക്വയറ്റ് മൈൻഡ് പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനകത്ത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ആർട്ടിക്കിളിൽ പറയുന്ന എക്സാമ്പിൾ താമരയിലയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആ താമരയിലയിൽ എങ്ങനെയാണോ ആ വെള്ളം നിൽക്കാത്തത്, അതുപോലെ വരുന്ന ചിന്തകളൊക്കെ വന്നോട്ടെ, ഇതെല്ലാം ആയിക്കോട്ടെ, പക്ഷേ അത് നമ്മളെ ഒരിക്കലും ഈ ഒരു യാത്രയെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് ബുദ്ധനെക്കുറിച്ചുള്ള മഹാന്മാരെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ബുദ്ധനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ അറിയാം, ബുദ്ധനെ എഗെയിൻസ്റ്റ് പലരും പറയുന്നത് ബുദ്ധനെല്ലാം ഉപേക്ഷിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷേ അതേ ബുദ്ധൻ പിൽക്കാലത്ത് തിരിച്ചു വന്നപ്പോൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞിരുന്നു, എനിക്ക് അന്ന് ഈ അറിവുണ്ടായിരുന്നെങ്കിൽ ഞാനിത് ഉപേക്ഷിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊക്കെ ഈ ഒരു സാധനം പ്രാക്ടീസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു സാധനം ഉപേക്ഷിക്കുകയോ വേണമെന്നോ വേണ്ടാമെന്ന് പറയാമെന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ. തിയോസഫി ഡിസ്കസ് ചെയ്യുമ്പോൾ തിയോസഫിയിൽ 7 മാനുവൽസ് എന്ന് പറയുന്നതിനകത്ത് ഈ പാസ്റ്റ് ലൈഫ്, റീഇൻകാർണേഷൻ, ലോ ഓഫ് കർമ്മ, അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ ഇത് ഭഗവത്ഗീത എടുത്താലും ഇതിനകത്തെല്ലാം കർമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമുക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കർമ്മ, അല്ലെങ്കിൽ കർമ്മ അന്ന് ചെയ്തിട്ടുള്ള പലതിൻ്റെയും ഇത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. ഇനി റീഇൻകാർണേഷൻ പറയുന്നുണ്ട്. ആർക്കാണ് റീഇൻകാർണേഷൻ? ആഗ്രഹങ്ങളുള്ളവർക്ക് റീഇൻകാർണേഷൻ ഉണ്ട്. അപ്പം ബുദ്ധനൊക്കെ പറയുന്നൊരു കാര്യം ആഗ്രഹങ്ങൾ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആഗ്രഹങ്ങൾ പാടില്ലെന്നും ആത്മീയ ആഗ്രഹം ഇല്ല. നമ്മൾ സംസ്കൃതം പഠിക്കണം, സംസ്കൃത ശ്ലോകം പഠിക്കണം, ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ജന്മം എടുത്തേ പറ്റൂ. എന്ത് നിസ്സാര കാര്യം പോലും, ഒരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പലരും നോൺ വെജിറ്റേറിയൻകാരും വെജിറ്റേറിയനായിട്ട് ഇവർ ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്തായാലും പറയുന്ന ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മളിതിനെ വേണ്ടാന്ന് വെക്കുകയല്ല. ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ആത്മീയ പഠനത്തിലൂടെ എല്ലാ സ്കൂളിലും, തിയോസഫിയിലാണെങ്കിലും എല്ലാ സ്കൂളിലും എസൻസ് ഒന്ന് തന്നെയാണ്, പറയാൻ ഉദ്ദേശിക്കുന്ന എസൻസ് ഒന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓരോരുത്തരും ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊക്കെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ വളരെ നാച്ചുറലായിട്ട് വളരെ ഫ്രീഡത്തിൽ, ആ താമരയിലയുടെ കാര്യം പറഞ്ഞത് കണക്ക് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത് സാധ്യമാണ്. പിന്നെ സാധ്യമാണോ അല്ലയോ എന്നുള്ളത് ഓരോരുത്തർക്കും അവരുടെ അനുഭവ യോഗ്യം പോലെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം. ആയുർവേദത്തിൽ നമ്മുടെ ശരീരത്തിനെ 3ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. കഫം, പിത്തം, വാതം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനനുയോജ്യമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമുക്കിതിനെക്കുറിച്ചുള്ള അറിവില്ല. അപ്പം ഭക്ഷണത്തിൽ പോലും നമ്മളത് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ തിരിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും, കാര്യം JK കർത്തവീറ്റ മാസ്റ്റർ പറയുന്ന കണക്ക് യു ഹാവ് ടു ഫീഡ് ദ ബോഡി വിത്ത് ഗുഡ് ഡ്രിങ്ക് ആൻഡ് ഫുഡ് എന്നാണ് പറയുന്നത്. നല്ല ആഹാരം, പാനീയം നമ്മൾ കൊടുത്താലേ ശരീരം നന്നാവും. ദ ഹോഴ്സ് ഇൻ വിച്ച് യു റൈഡ് എന്നാണ് പറയുന്നത്.
അതിനെ നമ്മൾ ഇത് ചെയ്യും, അതിലൂടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യും. അതൊരു ഒരു ഒരു എന്താണ് പറയുന്നത്, ഒരു പ്രോസസ്സാണ് ആക്ച്വലി. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോഴാണ് നമ്മളൊരു കംപ്ലീറ്റ് പ്രോസസ്സിലേക്ക് വരികയും നമ്മുടെ ഒരു ക്വയറ്റ് മൈൻഡിലേക്ക് വരികയും ചെയ്യുന്നത്. സമയം ഇവിടെ അവസാനിക്കുന്നു. ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട് നമുക്ക് ചർച്ചയ്ക്ക് ഉപയോഗിക്കാം. താങ്ക് യു.